ബാലേന്ദ്രൻ പോയതിനു ശേഷം സ്റ്റാൻലി ആകെപ്പാടെ വല്ലാതെ ഡിപ്രസ്ഡ് ആവുകയാണ്. അയാൾ വീണ്ടും വീണ്ടും മദ്യം ഒഴിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആൻ്റപ്പൻ പോയിട്ട് ചോദിക്കുന്നുണ്ട്, സാബ് എന്തു പറ്റി സാബ്, വല്ലാണ്ട് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ, ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ, ഇതുപോലെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല, എന്തു പറ്റി, വന്നയാള് എന്തെങ്കിലും കുഴപ്പക്കാരനാണോ എന്നൊക്കെ ചോദിക്കുമ്പം ഏയ് അതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, സാബിന്റെ മുഖത്തെ വിഷമം കണ്ട് ചോദിച്ചതാ, എന്തെങ്കിലും അത്യാവശ്യം വേണോ സാബ് എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എനിക്ക് കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം, നിങ്ങളെല്ലാം അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവരെല്ലാം അകത്തേക്ക് പോവാണ്. സ്റ്റാൻലി ആകെപ്പാടെ വല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും വീണ്ടും വീണ്ടും മദ്യം ഒഴിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിയുടെ ഈ ബിഹേവിയർ അവിടുത്തെ നായ്ക്കൾക്ക് പോലും മനസ്സിലാവാണ്. അവരും സ്റ്റാൻലിയുടെ ചുറ്റും തന്നെ നടക്കുന്നുണ്ട് കേട്ടോ, എന്താണ് കാര്യം എന്ന് മനസ്സിലാവാതെ. ആൻ്റപ്പനും അതുപോലെ തന്നെ ഔസേപ്പും ബൈജുവും ഒക്കെ കൂടി അകത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. വന്ന ആള് എന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പുറത്തു നിന്നത് അയാളുടെ അളിയനാ, അയാൾക്ക് പോലും എന്താ സംഭവം എന്ന് അറിയില്ല. വന്നു കയറിയ ആളും സാറുമായിട്ട് കുറേ നേരം സംസാരിച്ചല്ലോ, ഒരുപാട് നേരം സംസാരിച്ചു. അതിനുശേഷം സാബിന്റെ മാനസികാവസ്ഥ ആകെപ്പാട് തെറ്റിയ അവസ്ഥയിലാ. കണ്ടില്ലേ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന്, ഇതുവരെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, എന്തൊക്കെയാണെങ്കിലും വല്ല ചില്ലായിട്ട് നിൽക്കുന്ന ആളല്ലേ എന്നൊക്കെ അവർ മൂന്നുപേരും കൂടി സംസാരിക്കാണ്. അപ്പോഴേക്കും സ്റ്റാൻലി ബൈജു എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബൈജു അങ്ങോട്ടേക്ക് ഓടിയെത്താണ്. എന്താ സാബ് എന്ന് ചോദിക്കുമ്പം വണ്ടി ഇറക്ക്, വീട് വരെ ഒന്ന് പോണമെന്ന് പറയാണ്. അവരെല്ലാം ഒന്ന് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി വീട്ടിലേക്കൊന്നും പോവാറേ ഇല്ല കേട്ടോ, എന്തെങ്കിലും ഒരു വിശേഷ ദിവസം മാത്രമാണ് വീട്ടിലേക്ക് പോവാറ്, അതും അപ്പച്ചൻ വന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം. അങ്ങനെ ഒന്നും മിണ്ടാതെ ബൈജു പോയി വണ്ടി എടുക്കുന്നുണ്ട്. ആൻ്റപ്പൻ സാബ് ഇന്ന് തന്നെ മടങ്ങി വരുമോ എന്ന് ചോദിക്കുമ്പം വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ മടങ്ങി വരാൻ ശ്രമിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. അപ്പൊ ആൻ്റപ്പൻ ഔസേപ്പിനോട് പറയാണ്, എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അപ്പച്ചൻ വന്ന് നിർബന്ധിക്കുമ്പോഴോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടെങ്കിൽ മാത്രമല്ലേ സാബ് ഇവിടുന്ന് വീട്ടിലേക്ക് പോവാറുള്ളൂ, ഇതിപ്പോ പുനലൂർക്ക് വരെ പോണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ സ്റ്റാൻലി നേരെ അവിടുന്ന് പോണത് കൊട്ടാരമ്പട്ടത്തിൽ വീട്ടിലേക്കാണ് കേട്ടോ. ആ സമയം അവിടെ അപ്പച്ചൻ വെളിയിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, സിറ്റൗട്ടിലിരിക്കുന്നുണ്ടേ. അങ്ങനെ സ്റ്റാൻലി നേരെ പോയിട്ട് അപ്പച്ചനടുത്തേക്ക് ചെല്ലാണ്. സ്റ്റാൻലിയെ കണ്ടപാടെ അപ്പച്ചന് അത്ഭുതം തോന്നാണ്. അങ്ങനെ ഇങ്ങനെ സ്റ്റാൻലി വരാറില്ലല്ലോ. ആഹാ മോനെ നീയോ, കയറി വാടാ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഡാടാ ചായ കുടിക്ക്, മോളെ എന്ന് വിളിക്കുമ്പോൾ വേണ്ട, ആരെയും വിളിക്കണ്ട, എനിക്ക് അപ്പച്ചനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ വന്ന പോലെ തിരികെ പോവും എന്ന് പറയാണ്. ബൈജുനോട് വണ്ടി കൊണ്ട് തിരിച്ചിട് എന്നും പറഞ്ഞുകൊണ്ട് ബൈജുവിനെയും അവിടുന്ന് മാറ്റുന്നുണ്ട്. എന്താടാ എന്താ കാര്യം എന്ന് ചോദിക്കാണ്. എന്നെ അന്വേഷിച്ച് ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആ വന്നിരുന്നു, ഒരു പാലക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, ബാലചന്ദ്ര മേനോൻ. എന്താടാ എന്താ കാര്യം, നിന്നെക്കുറിച്ച് കുറേയൊക്കെ അന്വേഷിച്ചു, നിന്റെ അഡ്രസ്സ് വാങ്ങിക്കൊണ്ടാ ഇവിടുന്ന് പോയത് എന്ന് പറയുന്നുണ്ട്. അയാൾ ആരാടാ എന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്നേഹിച്ച ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, വൈജയന്തി, അവളുടെ ഇപ്പോഴത്തെ ഭർത്താവാ എന്ന് പറയുമ്പം അയാളെന്തിനാ നിന്നെ കാണാൻ വരുന്നത്, നീ അവളുടെ പഴയ കാമുകനാണെന്ന് അയാൾ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പം അതൊക്കെ വലിയൊരു കഥയാ അപ്പച്ച. അല്ല അപ്പച്ചൻ അന്നത്തെ കാര്യത്തില് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്തറിവാടാ, എനിക്കൊരു അറിവുമില്ല, നീ എന്തൊക്കെയാ ചോദിക്കുന്നേ അപ്പച്ച. അന്ന് അവള് ഗർഭിണിയായിരുന്നു, അവളുടെ വീട്ടുകാർ അവരെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത്, ആ സമയത്ത് അവളെ അവർ പിടിച്ചോണ്ട് പോയി, പൂർണ്ണ ഗർഭിണിയായിരുന്ന അവള് പ്രസവിച്ചു. അപ്പച്ചൻ എന്നോട് എന്താ പറഞ്ഞത്, അവൾക്കൊരു കുഞ്ഞു പോലും ഇല്ലെന്നല്ലേ, കുഞ്ഞുണ്ടായത് മരിച്ചു പോയെന്നല്ലേ അപ്പച്ചൻ എന്ന് പറഞ്ഞത്, അപ്പച്ചനത് മറന്നുപോയോ എന്ന് ചോദിക്കാണ്. അത് പിന്നെ അതായിരുന്നല്ലോ സത്യം, അവളുടെ കുഞ്ഞ് ഉണ്ടായപ്പോഴേ മരിച്ചുപോയി, ഞാനവിടെ പോയിരുന്നല്ലോ, അത് മാത്രല്ല അവളുടെ അപ്പച്ചനും പറഞ്ഞല്ലോ കുഞ്ഞ് മരിച്ചുപോയെന്ന്, നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കാണ്. ഇപ്പൊ എന്താണ് പ്രശ്നം, അവൻ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പം ആ കുഞ്ഞ് മരിച്ചിട്ടില്ല അപ്പച്ച, ആ കുഞ്ഞ് തിരികെ വന്നു, ഒരു അനാഥാലയത്തിലായിരുന്നു ഇത്രയും കാലം, അവിടുന്ന് അവളുടെ അമ്മയെ കാണാനായി അവൾ വന്നു, പാലായിലെ വന്നിട്ട് പോയ ആ ബാലേന്ദ്രമന്റെ വീട്ടിലാ അവളിപ്പോ, അവിടുത്തെ ജോലിക്കാരിയായിട്ടാ അവൾ ആദ്യം വന്നത്, അതിനുശേഷമാണ് ബാലേന്ദ്രൻ അറിയുന്നത് അത് സ്വന്തം ഭാര്യയുടെ ആദ്യത്തെ കുട്ടിയാണെന്ന്. അതറിഞ്ഞ് അയാൾ തകർന്നു പോയി.
അതിനുശേഷം ഇപ്പോൾ എന്നെ തിരക്കി വന്നിരിക്കുകയാ അലീനയുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നുണ്ട്. അലീന എന്നാ ആ പെൺകുട്ടിയുടെ പേര്. 23 വയസ്സുണ്ടിപ്പോ എന്ന് പറയാണ്. ഇത് കേട്ട് അയാൾ ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അയാൾ ഭാര്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്, പണ്ട് ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ കൊണ്ട് എവിടെയെങ്കിലും കൊല്ലാനോ തള്ളാനോ എങ്ങോട്ടെങ്കിലും കൊണ്ട് കളയാനോ ഒക്കെ അന്ന് ഈ ഔതക്കുട്ടി പറഞ്ഞിരുന്നു കേട്ടോ. അതയാള് മനസ്സിൽ ഓർക്കുന്നുണ്ട്. അപ്പച്ച എന്ന സ്റ്റാൻലിയുടെ വിളി കേട്ടാണ് അയാൾ ഞെട്ടി ഉണരുന്നത്. അത് പിന്നെ എന്ന് പറയുമ്പം അപ്പച്ചന് ഈ കാര്യത്തില് അറിവുണ്ടല്ലേ? ശരിക്കും അലീന മരിച്ചില്ലെന്ന് അപ്പച്ചൻ അറിയായിരുന്നല്ലേ? അവളെ അനാഥത്തിലാക്കിയത് അപ്പച്ചനും കൂടിയാണോ എന്ന് ചോദിക്കാണ്. അത് പിന്നെ എനിക്കറിയില്ല എന്ന് പറയുമ്പം വേണ്ട, അപ്പച്ചന്റെ മുഖഭാവം കാണുമ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അയാള് വന്നിരുന്നു. അല്ല, അയാൾ ഇപ്പൊ എന്തിനാ ഈ കാര്യം പറഞ്ഞോണ്ട് അങ്ങോട്ട് വന്നത്? നിനക്കൊരു മകളുണ്ടെന്ന് അയാൾ അറിഞ്ഞു, ശരി, സമ്മതിച്ചു. ഇത്രയും ദൂരം അയാൾ അന്വേഷിച്ചെന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പം വേറൊന്നിനും അല്ല, ആ പെൺകുട്ടിയെ ഞാൻ സ്വീകരിക്കണമെന്ന് പറയാൻ. 23 വയസ്സുണ്ട് ഇപ്പൊ ആ പെൺകുട്ടിക്ക്. 24 വർഷമായി ഒരു അനാഥത്തിൽ ജീവിച്ചവളാ. ഇപ്പോൾ കഴിഞ്ഞ 6-7 മാസമായിട്ട് ഈ ബാലേന്ദ്രമന്റെ വീട്ടില് ജോലിക്കാരിയായിട്ടാ നിൽക്കുന്നത്. അവിടെ സ്വന്തം അമ്മയെ കാണാനായിട്ടാ വന്നത്. പക്ഷെ വൈജയന്തി ഇതുവരെ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല. വൈജയന്തി അല്ലാതെ വൈജയുടെ ആങ്ങളമാരും ഈ വന്നിട്ട് പോയ ബാലേന്ദ്ര മേനോനും സത്യങ്ങളെല്ലാം അറിഞ്ഞു അവൾ വൈജയുടെ മകളാണെന്ന്. അങ്ങനെ ബാലേന്ദ്രൻ ആകെപ്പാടെ പിടിവിട്ട് നടക്കുക. അയാൾ ഒരു തരത്തില് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ എൻ്റെ അടുത്തേക്ക് വന്നത്. അയാളുടെ നോട്ടവും ഭാവവും ചിരിയും എല്ലാം അങ്ങനെയായിരുന്നു. വൈജയനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അയാൾക്ക് എന്നെയും. ആ പെൺകുട്ടിനെ സ്വീകരിക്കണമെന്ന് പറയാനാ അയാൾ വന്നത്. ഞാൻ പറഞ്ഞു അവക്ക് കാശോ പണവോ സ്വത്തോ വീടോ എന്താച്ചാ കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതൊന്നും അവൾ സ്വീകരിക്കില്ല. അവൾക്ക് ആവശ്യം അവളുടെ അച്ഛനെയാണ്. ജോലി ചെയ്ത് ജീവിക്കാൻ അവൾക്ക് ഇഷ്ടം എന്നൊക്കെയാ പറഞ്ഞത്. എടാ മോനെ, ഇത് എന്തെങ്കിലും കള്ളത്തരമായിരിക്കും. വന്ന ആള് വന്നത് നിന്റെ മകള് തന്നെ, ആ കുട്ടി നിന്റെ മകള് തന്നെ ആയിരിക്കാം. പക്ഷെ അതും പറഞ്ഞ് വലിയ സ്വത്ത് തട്ടിപ്പിന് വന്നതായിരിക്കും. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ലല്ലോ. അല്ലച്ചാ, എനിക്കങ്ങനെ തോന്നിയില്ല. അയാളെ പാലയിലെ വലിയ ബിസിനസ്മാനാ. അയാളുടെ കാർഡൊക്കെ തന്നിട്ടാ പോയത്. ഞാൻ അന്വേഷിച്ചു. പറഞ്ഞത് സത്യ. അയാൾക്കൊരു സ്വർണ്ണക്കടയും ഒരു ഹാർഡ്വെയർ ഷോപ്പും വലിയൊരു തുണിക്കടയൊക്കെ ഉണ്ട്. പാലയിലെ വലിയ മുതലാളിയാ. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വന്ന് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, വൈജയന്തിന്റെ വീട്ടുകാരും അത്യാവശ്യം സമ്പത്തൊക്കെ ഉള്ളവർ തന്നെയാ. അങ്ങനെയുള്ളപ്പോ ആ കുട്ടിക്ക് ഇവിടെ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? അവളെ അങ്ങോട്ട് കൊണ്ടുവരാനാണോ? അത് പിന്നെ എന്ന് പറയുമ്പോൾ വേണ്ട, അത് വേണ്ട. എൽസമ്മയും വീട്ടുകാരും ഒക്കെ അറിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയാലോ. പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ അറിഞ്ഞാലേ ആകെപ്പാടെ നാറ്റ കേസാവും. ഈ ഒരു സംഭവം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നിനക്കൊരു കാമുക ഉണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവളുടെ കൂടെ നീ ഒരുമിച്ച് ജീവിച്ചെന്നും നിനക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. അതൊന്നും വെറുതെ ആരെ അറിയിച്ച് നീ കുടുംബത്തിന്റെ അന്തസ്സ് കളയാൻ നിൽക്കണ്ട, നാണക്കേടാക്കാൻ നിൽക്കണ്ട. ഇവിടെ ഇപ്പോൾ തന്നെ ഷെറിന്റെ കാര്യം പലരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പലരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ എന്റെ തൊലി എറിഞ്ഞു പോവാ. അന്തസ്സും അഭിമാനമാണ് ഈ അവധക്കുട്ടിക്ക് എപ്പോഴും ഒന്നാമത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി. അതുകൊണ്ട് നീ അയാളെ വിളിച്ചിട്ട് പറഞ്ഞേരെ. അവക്ക് എത്രയാ വേണ്ടെന്ന് വെച്ചാ കൊടുത്തേക്കാം. അല്ലാതെ വേറൊരു ബന്ധവും വേണ്ട, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടാന്ന് വിളിച്ചങ്ങോട്ട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് അവധക്കുട്ടി പറയാണ്. എന്നാ ശരി, ഞാൻ പോവാ. എടാ, ഊണ് കഴിച്ചിട്ട് പോവാടാ. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ ആകെപ്പാടെ പിരിപോയ അവസ്ഥയിലാ. 23 വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിയാണ് എനിക്കൊരു കുട്ടിയുണ്ടെന്ന്. ആ അവസ്ഥ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനേ ഇപ്പൊ വല്ലാത്തൊരു ഡ്രോമയിലൂടെ നടക്കുന്നത്. അന്ന് വൈജയനെ പിരിഞ്ഞ് അവിടുന്ന് വന്ന സമയത്ത് ഒരിക്കലും ഞാൻ കരുതിയില്ല അവളെ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടുമെന്ന്. അതിനൊരു കാരണക്കാരൻ അച്ഛനും കൂടിയാണെന്നൊക്കെ എനിക്കറിയാം. അച്ഛന്റെ അന്തസ്സും അഭിമാനവും മതവും എല്ലാം അതിനൊരു കാരണമാണെന്നും എനിക്കറിയാം. അമ്മ മരിച്ചുപോയ ആ ഷോക്കിലായിരുന്നു ഞാൻ പിന്നീട് കുറെ കാലം. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാഞ്ഞത്. അവളുടെ വീട്ടുകാരും അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയല്ലോ. കുഞ്ഞുമില്ല, അവളെ വേറെ വിവാഹം കഴിപ്പിച്ചു എന്നൊക്കെ അറിഞ്ഞതുകൊണ്ടാ ഞാൻ പിന്നീട് മാറി ചിന്തിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അച്ഛൻ അവിടെ പോയി പറഞ്ഞിരുന്നു അല്ലേ, എന്റെ വിവാഹം കഴിഞ്ഞു, എന്റെ ഒരു ക്രിസ്ത്യാനി പെണ്ണുമായിട്ട് വിവാഹം കഴിഞ്ഞു എന്നൊക്കെ. അതുകൊണ്ടാ അവരും ആ വിവാഹത്തിന് അവളെ നിർബന്ധിച്ചതും സമ്മതിച്ചതും. 2 കുടുംബക്കാരും കൂടി ഞങ്ങളെ ചതിക്കുകയായിരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് സ്റ്റാൻലി പറയുമ്പം ഉത്തരം മുട്ടി നിൽക്കാണ് അവധക്കുട്ടി. ശരിക്കും സ്റ്റാൻലി വേറെ ഒരു ക്രിസ്ത്യൻ പെണ്ണെ വിവാഹം കഴിച്ചു എന്ന് അവധക്കുട്ടി
കുഞ്ഞിരാമനും കൂടിയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് വൈജനെ അറിയിക്കുകയാണ്. അതേസമയം തന്നെ വൈജയുടെ കുഞ്ഞ് മരിച്ചുപോയി, അവൾ വേറെ വിവാഹം കഴിച്ചു എന്ന് സ്റ്റാൻലിയെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആ ഒരു കാരണമാണ് കേട്ടോ കല്യാണമൊക്കെ കഴിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞില്ല എന്ന് വൈജയും അതുപോലെ സ്റ്റാൻലിയും തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നല്ലോ. അതും ഈ അവധക്കുട്ടിയുടെയും കുഞ്ഞിരാമന്റെയൊക്കെ ബുദ്ധിയായിരുന്നു കേട്ടോ. രണ്ട് തറവാട്ടുകാർക്കും അവനവന്റെ അന്തസ്സാണ് വലുത്. വൈദ്യരുടെ വീട്ടുകാർക്കാണെങ്കിലും തൻ്റെ ജാതി മതക്കാരൊക്കെ എന്തു പറയും, തൻ്റെ കുടുംബക്കാരെന്ത് പറയും, നാട്ടുകാർ തന്നെ പഴിക്കും എന്നൊക്കെ കരുതിയാണ് അന്ന് കുഞ്ഞിരാമൻ ആ ഒരു പണി കാണിച്ചത്. അതുപോലെ തന്നെയായിരുന്നു അവധക്കുട്ടിയും. രണ്ടുപേരും അന്തസ്സും അഭിമാനവും ഒക്കെ മുറുകെ പിടിച്ചു നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് അന്ന് ഈ രണ്ടുപേരോടും അങ്ങനെ ഒരു ചതി ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരും വേറുപിരിഞ്ഞ് രണ്ടു വഴിക്ക് പോവേണ്ടി വന്നത്. അങ്ങനെ അവധക്കുട്ടിയുടെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് തൻ്റെ അച്ഛനെ കൂടി ചേർന്ന് തന്നെ ചതിക്കായിരുന്നു മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാൻലി നേരെ പോണത് അവൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ, കൊളുത്തുപ്പുഴയ്ക്ക് തന്നെ. അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും സ്റ്റാൻലി അവിടെ ചെല്ലുന്നുണ്ട്. അത്താഴം എല്ലാം റെഡിയാക്കിയിട്ട് സ്റ്റാൻലിയെ വിളിക്കാൻ കേട്ടോ ആൻ്റപ്പൻ. സ്റ്റാൻലിക്കാണെങ്കിലോ വന്ന് ഇരുന്നിട്ട് ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഒരു ചപ്പാത്തിയും ഒരു ചിക്കൻ പീസും എടുത്ത് വെച്ചുകൊണ്ട് അയാള് പാത്രത്തിൽ തന്നെ കൈയിട്ടുകൊണ്ടിരിക്കുകയാണ്. സാം ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയാണ്. അയ്യോ സാം, ഇതുവരെ ഇങ്ങനെ കഴിക്കാതിരുന്നിട്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ഞാൻ പിന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിലോ ആ ഒരു ബോട്ടിലും ഗ്ലാസും കുറച്ച് നട്ട്സും ഒക്കെ ആയിട്ട് മുറിയിലേക്ക് പോവാണ്. അവിടെ പോയിരുന്ന് വെളുക്കോളം മദ്യപിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം മാൻ്റപ്പനും ഔസേപ്പൊക്കെ ശ്രദ്ധിക്കാണ്. എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പാടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ബൈജു വണ്ടി ഇറക്ക്, നമുക്കൊരു ലോങ് ഡ്രൈവ് പോകാനുണ്ട്. വണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം വണ്ടിയൊക്കെ ക്ലീനാണ് സാബ്, എവിടെ പോകാനാണ് ചോദിക്കുമ്പം നമ്മൾ പാലാ വരെ പോവാണെന്ന് പറയാണ്. പാലായിലേക്കോ? എന്താ സാബ് ചോദിക്കുമ്പം നീ വണ്ടി ഇറക്ക് എന്ന് മാത്രം പറയുന്നല്ലോ കേട്ടോ. അപ്പോഴേക്കും ആൻ്റപ്പനും അതുപോലെ ഔസേപ്പും ചോദിക്കാണ്, സാബ് അപ്പൊ ഇന്ന് മടങ്ങി വരില്ലേ? ഫുഡിന്റെ കാര്യമൊക്കെ? വേണ്ട, ഉച്ചക്കത്തുള്ള ഫുഡ് വേണ്ട, എന്തായാലും അത്താഴത്തിന് തിരിച്ചെത്തും, അപ്പോഴത്തേക്ക് മതി എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറുകയാണ് സ്റ്റാൻലി. സ്റ്റാൻലിയും കൂട്ടി ബൈജു നേരെ പാലയിലേക്ക് വെച്ചു പിടിപ്പിക്കുന്നുണ്ട്. പോകുന്ന വഴിയെല്ലാം ബാലൻ പറഞ്ഞ ഓരോ വാക്കുകളും മുള്ളുപോലെ അയാളുടെ നെഞ്ചത്ത് തറച്ചു കയറുകയാണ്. ഇത്രയും കാലം വൈജയെക്കുറിച്ച് ഒരു ഓർമ്മ പോലും തനിക്കില്ലായിരുന്നു. എന്നാൽ പൊടുന്നനെയാണ് ഒരാൾ വന്ന് വൈജനെ കുറിച്ചും പഴയ പ്രണയകാലത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ചത്. അതുമാത്രമല്ല, തങ്ങളുടെ പ്രണയത്തിന് ഒരു കുഞ്ഞുകൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയ സ്റ്റാൻലി ആകെപ്പാടെ ഞെട്ടി വിറച്ച് വല്ലാത്തൊരവസ്ഥയിലായി പോകുന്നുണ്ടല്ലോ. ആ ഒരു ഡ്രോമിൽ തന്നെ അയാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലായില് ആ ഒരു കാർഡ് വെച്ച് ബാലന്റെ സ്വർണ്ണക്കട കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ആ സ്വർണ്ണക്കട മുമ്പിൽ വണ്ടി നിർത്തുകയാണ് കേട്ടോ. മുകളിലിരുന്ന് നമ്മുടെ ബാലേന്ദ്രനെ ശ്രദ്ധിക്കുകയാണ് വണ്ടി വരുന്നത്. അങ്ങനെ ഈ വണ്ടിയിലേക്ക് ഉറ്റു നോക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്നത് സ്റ്റാൻലി ആണെന്നും ബാലൻ കാണുന്നു കേട്ടോ. ബാലൻ നേരത്തെ ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. വന്ന് ഡോറ് തുറക്കുന്ന സ്റ്റാൻലിയെ സ്വീകരിക്കുന്നത് ഗോവർദ്ധനായിരിക്കും. സ്റ്റാൻലിയുടെ ആ ഭാവമൊക്കെ കാണുമ്പോൾ നല്ലൊരു കച്ചവടം കിട്ടുമെന്ന് സ്റ്റാൻലി കരുതിക്കൊണ്ട് വാ സാർ, അകത്തേക്ക് കയറി വാ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും സ്റ്റാൻലിനെ ഗോവർദ്ധൻ കണ്ടില്ലായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചു കയറ്റുമ്പം എനിക്ക് ബാലേന്ദ്രനെ ഒന്ന് കാണണം എന്ന് പറയാണ്. ആരും എന്നൊന്ന് പറയണമെന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ട് ഗോവർദ്ധൻ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ സ്റ്റാൻലിയെ കുറിച്ചാണല്ലോ തലേ ദിവസം തന്നോട് ബാലേട്ടൻ പറഞ്ഞത്. അയാള് ഞാൻ ഇപ്പൊ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുമ്പം ബാലേട്ടൻ വരാൻ പറയടോ എന്ന് പറയുന്നുണ്ട്. ഗോവർദ്ധൻ താഴേക്ക് വന്നിട്ട് സാറ് വിളിക്കുന്നുണ്ട്, അകത്തേക്ക് കയറി ചെല്ല് എന്ന് പറയാണ്. അങ്ങനെ സ്റ്റാൻലി ക്യാബിനിലേക്ക് കയറി ചെല്ലുന്നുണ്ടേ. ഗോവർദ്ധനാണെങ്കിലോ ആകെപ്പാടെന്ന് ഷോക്കായി നിൽക്കുകയാണ് അയാളെ കണ്ടിട്ട്. വൈജയുടെ മുൻ കാമുകൻ അലീനയുടെ അച്ഛൻ അയാളാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അത് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് ഗോവർദ്ധൻ. അങ്ങനെ സ്റ്റാൻലി അകത്തേക്ക് വന്നിരിക്കുമ്പം ബാലേന്ദ്രൻ ഗോവർദ്ധനെ വിളിക്കുകയാണ്. ഗോവർദ്ധ 2 ഗ്ലാസ് ചായ എത്തിക്ക് എന്ന് പറയാണ്. ശരി ബാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയി സ്റ്റാഫിന്റെ കയ്യിൽ ചായ കൊടുത്ത് അയക്കുന്നുണ്ട്. സ്റ്റാഫ് ആ ചായ അവിടെ വെച്ചിട്ട് പുറത്തേക്ക് പോവാണ്. സ്റ്റാൻലി ചായ കുടിക്ക് എന്ന് പറയുമ്പം സ്റ്റാൻലി ചായക്കപ്പ് കയ്യിലെടുക്കുകയാണ്. ബാലനും അതിൽ നിന്നും ഒരു സിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ.
അല്ല, സ്റ്റാലി ആലോചിച്ചോ, എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പം അത് പിന്നെ എനിക്ക് അലീനെ ഒന്ന് കാണണം. നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ മകളാണെന്ന്. അതെന്താ, നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഞാൻ കള്ളം പറഞ്ഞാണെന്നാണോ കരുതിയത്? അല്ല, സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ അപ്പച്ചനെ പോയി കണ്ടിരുന്നു. അപ്പച്ചനും വൈദ്യരച്ഛനും കൂടി കളിച്ച കളിയാ. കുഞ്ഞ് മരിച്ചു പോയെന്ന് ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ച അന്ന് എല്ലാവരോടും പറഞ്ഞത്. വൈദ്യരച്ഛൻ കുഞ്ഞിരാമനും അതുപോലെ എൻ്റെ അച്ഛൻ ഹൗദക്കുട്ടിയും ചേർന്നുണ്ടാക്കിയ പ്ലാനായിരുന്നു ഇതെല്ലാം. ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വൈദ്യരെ കല്യാണം നടത്തി എൻ്റെ കല്യാണം നടത്തി അവർ അന്തസ്സ അഭിമാനമൊക്കെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അപ്പൻ്റെയും വൈദ്യരച്ഛൻ്റെയൊക്കെ തീരുമാനം. അതവർ മുറവള് നടത്തി. പക്ഷെ അനുഭവിച്ചതും നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾക്കല്ലേ എന്ന് പറയാണ്. ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത് നിങ്ങൾക്കല്ല, അലീനയ്ക്കാ. അവളുടെ അച്ഛനും അമ്മേനെയും 23 വർഷത്തെ അവളുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടത് അവക്കല്ലേ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഓരോരുത്തരും കാണിച്ചു വെക്കുന്നതിനൊക്കെ ബാക്കി അനുഭവിക്കുന്നത് അവർക്ക് ജനിക്കുന്ന കുട്ടികളായിരിക്കും. എത്രയോ അനാഥ കുട്ടികൾ ഇതുപോലെ ഓരോ അനാഥലത്തിലുണ്ട്. അതിനെല്ലാം കാരണക്കാർ അവരുടെയൊക്കെ തന്ത നള്ളയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഓരോ തോന്നിവാസമാണ് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോൾ എന്ത് മിണ്ടണമെന്നറിയാതെ സ്റ്റാൻലി അവിടെ ഇങ്ങനെ മുള്ളിനുമേൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് അലീനെ ഒന്ന് കാണാം, നമുക്കൊന്ന് വീട് വരെ പോയി കണ്ടാലോ? ഏയ്, അത് വേണ്ട. അവിടെ എൻ്റെ ബാക്കി മക്കളും ഉണ്ട്. എനിക്ക് 3 മക്കളാ, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. അവർ 3 പേരും വീട്ടിലുണ്ട് അലീനയുടെ കൂടെ. അവർ കണ്ടാലേ പ്രശ്നമാവും. ഇപ്പോഴല്ലെങ്കിൽ പിന്നീടാണെങ്കിലും അവർ സത്യം അറിഞ്ഞാലേ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ പോയോളെ കൂട്ടിക്കൊണ്ടുവരാം, നിങ്ങൾക്ക് കണ്ടാ പോരെ? ഇവിടെ അടുത്താണോ? അതെ, അടുത്താ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു 15 മിനിറ്റ് മതി, ഞാൻ പോയി കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞാൻ ഗോവർദ്ധനെ പറഞ്ഞയക്കാം എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഫോൺ ചെയ്യുന്നുണ്ട്. ഗോവധ, വീട്ടിൽ പോയിട്ട് അലീനെ ഒന്ന് കൊണ്ടുവരണം. അല്ല, എന്ത് പറഞ്ഞ് കൊണ്ടുവരണം? ഞാൻ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ മതി, അവൾ വന്നോളും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരി ബാലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഗോവർദ്ധന് കാര്യം മനസ്സിലായി, സ്റ്റാൻലിക്ക് അലീനെ കാണണം, അതുകൊണ്ടാണെന്ന്. അല്ല, അയാൾ ആരാ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ എൻ്റെ സഹോദരി ഭർത്താവാ, എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ കാണും. എന്നെ അയാൾക്ക് മനസ്സിലായോ? അതറിയില്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീനനെ പോയിട്ട് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഗോവർദ്ധൻ ചെല്ലുന്നുണ്ടേ. എന്തിനാന്ന് അലീന ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, ബാലട്ടൻ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അലീന പോയി വേഷമൊക്കെ മാറി നേരെ ഗോവർദ്ധന്റെ കൂടെ അങ്ങോട്ടേക്ക് വരികയാണേ. അങ്ങനെ ബാലൻ, ഞാൻ താഴേക്ക് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവള് എന്തിനാ കൊണ്ടുവന്നേ എന്നൊക്കെ ചോദിച്ച് ഗോവർദ്ധനെ ബുദ്ധിമുട്ടിക്കും. ഞാൻ താഴോട്ട് പോകാം, ദേ ഈ മോണിറ്റർ കണ്ടോ, അതിൽ കൂടി അലിനെ കണ്ടാൽ മതിയല്ലോ, നേരിട്ട് കാണണോ എന്ന് ചോദിക്കാണ്. ഒരു മിന്നായം പോലെ ഞാൻ കണ്ടോളാം, അവളെന്നെ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. CCTV വഴി കാണാമല്ലോ. അങ്ങനെ ഗോവർദ്ധന വണ്ടിയിൽ നിന്നും അലീന ഇറങ്ങുന്നത് സ്റ്റാൻലി കാണുന്നുണ്ട്. അങ്ങ് ദൂരെയായോണ്ട് അയാൾക്ക് ശരിക്കും കാണാൻ ഒക്കുന്നില്ല കേട്ടോ. ഡോറ് തുറന്ന് അലീന അകത്തേക്ക് കയറി വരുമ്പോൾ ആ കാഴ്ച കണ്ട് സ്റ്റാൻലി ശരിക്കും ഞെട്ടിപ്പോന്നുണ്ട്. 23 വർഷം തനിക്ക് നഷ്ടപ്പെട്ടു പോയ, മരണപ്പെട്ടു പോയ തൻ്റെ അമ്മ ചിന്നമ്മ ദാ നിൽക്കുന്നു തൻ്റെ മുമ്പില്, അലീനയുടെ രൂപത്തിലും ഭാവത്തിലും. ശരിക്കും അത് തന്നെയാണ് കേട്ടോ ചിന്നമ്മ, ഒരു വ്യത്യാസവും ഇല്ല. മുടിയും കണ്ണും മൂക്കും ചുണ്ടും പൊക്കവും വണ്ണവും എല്ലാം അത് തന്നെ, ഒരു മാറ്റമില്ല. ആ നോട്ടം പോലും ആ നടപ്പ് പോലും തൻ്റെ അമ്മ ചിന്നമ്മയെ ഓർമ്മിപ്പിക്കുന്ന അതേ രീതിയാണ് എന്ന് സ്റ്റാൻലി ഓർക്കുന്നുണ്ട്. ഇത് കണ്ട് സ്റ്റാൻലി ഞെട്ടി വിറച്ചു പോവാണ്. ഇത്രയും നേരം തൻ്റെ മനസ്സിൽ നേരെ സംശയമെങ്കിലും ഉണ്ടായിരുന്നു, അത് തൻ്റെ മകളാണോ എന്ന്. പക്ഷേ ഇപ്പം അയാൾക്ക് ഒരു സംശയമില്ല. കാരണം മരിച്ചുപോയതിൻ്റെ അമ്മയല്ലേ മുമ്പിൽ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ സംശയിക്കാനാ? അങ്ങനെ ഈ മോണിറ്റർ ആണെങ്കിൽ നന്നായിട്ട് തിരിച്ചു വെക്കാൻ കേട്ടോ അലിനെ ഫുള്ളായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അലീന അകത്തേക്ക് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താച്ചാ ഇത്ര അത്യാവശ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞേ? നിനക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ മേടിക്കാനായിരുന്നു. സ്വർണ്ണമോ? എനിക്കോ? എന്തിനാച്ചാ? അല്ല, നീ ഇപ്പം ഇവിടുന്ന് പോവാണല്ലോ, അതുകൊണ്ട് നിനക്കൊരു സമ്മാനമായിട്ട് തരാമെന്ന് കരുതി. ഓഹോ, അപ്പൊ കണക്കൊക്കെ പറഞ്ഞയച്ച് എന്നെ പറഞ്ഞയക്കാൻ പോവാ അല്ലേ? അങ്ങനല്ലടി മോളെ, നീ എന്നെ നോക്ക്, സെലക്ട് ചെയ്യ്, എന്തെങ്കിലുമൊക്കെ എടുക്ക്, എൻ്റെ ഒരു സമാധാനത്തിന്. എനിക്കതൊന്നും വേണ്ടച്ചാ എന്ന് പറയുമ്പം അത് പറ്റില്ല, എങ്കിൽ വാ ഞാൻ സെലക്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അലീനനെ CCTVയുടെ നേരെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താണ്. അവിടുന്ന് ഓരോരോ മാലയും വളയും കമ്മലൊക്കെ ഇടിച്ച് നോക്കുന്നുണ്ട്. ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇച്ചിരി കഴിയുമ്പോൾ നിനക്ക് തരാനാ. അപ്പോഴത്തേക്ക് ഭാഷ മാറില്ലാച്ചാ, അപ്പൊ പോരെ? അത് പറ്റില്ല, നീ ഇത് നോക്ക്, കൊള്ളാം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം മാറ്റിയെടുത്ത് വെക്കുകയാണ് കേട്ടോ.
അപ്പോഴേക്ക് സ്റ്റാൻലിക്ക് അവളെ ഒന്ന് അടുത്ത് കാണണമെന്ന് വല്ലാണ്ട് ആഗ്രഹം. അങ്ങനെ ക്യാബിൽ നിന്നും പതിയിറങ്ങി താഴേക്ക് വരികയാണ്. ഒരു ഭിത്തിയുടെ മറവിൽ നിന്നുകൊണ്ട് അലീനനെ അയാൾ ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ അയാൾ ശരിക്കും ഒന്നുകൂടി ഒന്ന് വിറയ്ക്കുകയാണ്. തൻ്റെ അമ്മ എങ്ങനെയാണോ അതിൽ നിന്നും ഒരു മാറ്റവും ഇല്ല. ആര് കണ്ടാലും പറയും ഇത് ചിന്നമ്മ തന്നെയാണെന്ന്. അത് അയാൾക്ക് ഉറപ്പായിരുന്നു. അങ്ങ് അലീനനെ അടുത്ത് കണ്ട സന്തോഷം കേട്ടോ സ്റ്റാൻലി നേരെ ക്യാബിനിലേക്ക് തിരികെ പോയിരുന്നിട്ട് ആ ക്യാമറയിലൂടെ തൻ്റെ മകളെ നോക്കിക്കാണുകയാണ്. താൻ പോലും അറിയാതെ അയാളുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നു കേട്ടോ. ഇത് കണ്ട് സ്റ്റാൻലി ശരിക്കും താൻ വേറെ തൻ്റെ സ്വഭാവം മാറി താന് ഈ രീതിക്ക് മാറുകയാണെന്ന് അയാൾ മനസ്സിലാക്കാണ്. കടുംപിടുത്തം പിടിച്ച് ഒരു ദേഷ്യക്കാരനായിരുന്നല്ലോ. തൻ്റെ മകളെ ഇത്രയും വർഷം കാണുന്ന മകളെ കണ്ടപ്പോൾ തന്നെ ചങ്ക് പൊടിഞ്ഞ് കണ്ണീന്ന് വെള്ളം വരുന്ന കണ്ട് അയാളിനെ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അലീനെ മടക്കിക്കൊണ്ടാക്കാൻ ഗോവർദ്ധനെ ഏൽപ്പിക്കുകയാണ്. അലീന അച്ഛൻ്റെ യാത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പോണുണ്ട്. ബാലേന്ദ്രൻ തിരിച്ച് ക്യാബിനിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് മകളെ കണ്ടിട്ട്? മകളാണെന്ന് സംശയമുണ്ടോ? അപ്പോൾ സ്റ്റാൻലി ഒരു സംശയമില്ല, അത് എൻ്റെ അമ്മയാ. അമ്മയോ? അതെ, എൻ്റെ അമ്മ ചിന്നമ്മ മരിച്ചുപോയി. ഇത് തന്നെയായിരുന്നു അമ്മയുടെ രൂപം എന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ എന്ന് പറയാണ്. ഞാനും കരുതി വൈജയുടെയോ വീട്ടുകാരുടെയോ ചായ ഒന്നുമില്ല. സ്റ്റാൻലിയെ കണ്ടപ്പോഴും അവൾക്ക് വലിയ ചായയും തോന്നിയില്ല. അപ്പൊ സ്റ്റാൻലി പറയാണ്, ഇല്ല, എൻ്റെ അമ്മ ചിന്നമ്മ, അവളുടെ മുടി, കണ്ണ്, മൂക്ക്, ചുണ്ട്, പൊക്കം, വണ്ണം എല്ലാം അതെല്ലാം എൻ്റെ അമ്മ തന്നെയാ. എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു, ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയി. ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ ഒരുപാട് കാലങ്ങളെടുത്തു. ആ അമ്മയാ ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത് എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി തൻ്റെ ഫോണിൽ നിന്നും പഴയൊരു ഫോട്ടോ എടുത്ത് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ പണ്ട് നിന്നൊരു ഫോട്ടോ കേട്ടോ. ആ ഫോട്ടോയിൽ കാണുമ്പോൾ ശരിക്കും ബാലേന്ദ്രനും ഒന്ന് ശരിക്കും ഞെട്ടാണ്. കാരണം അത് അലീന തന്നെ, ഒരു മാറ്റമില്ല. സ്റ്റാൻലിനെയൊക്കെ ചെറുപ്പകാലമാണ് കേട്ടോ. സ്റ്റാൻലിയൊക്കെ അന്ന് 10-15 വയസ്സല്ലേ ഉള്ളൂ. ആ പ്രായത്തിൽ അലീനയുടെ അതേ രൂപം. കുറച്ച് കവിളൊക്കെ ചുളുങ്ങിയിട്ടുണ്ട്. പിന്നെ മുടിയിൽ ഇച്ചിരി നരയൊക്കെ വീണു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു മാറ്റവും ഇല്ല. കുഞ്ഞുങ്ങളെയൊക്കെ എത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അതാണ് കേട്ടോ സ്റ്റാൻലിയുടെ കയ്യിലുള്ളത്. അത് കാണിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ബാലേട്ടൻ ഒന്ന് വിറകൊള്ളുന്നുണ്ട്. അല്ല, ഇനിയിപ്പോൾ എന്താ തീരുമാനം എന്ന് ബാലൻ ചോദിക്കുമ്പം സ്റ്റാൻലി ചോദിക്കുകയാണ്, എപ്പോഴാ എൻ്റെ മോളെ എൻ്റെ കയ്യിലേക്ക് തരുന്നത്? അന്ന് സംശയമുഖേനെ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ആക്കാം എന്നൊക്കെ പറഞ്ഞ സ്റ്റാൻലിയാണ് ഇന്ന് എൻ്റെ മോളെ തരുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്. അത്രത്തോളം മാറ്റം സ്റ്റാൻലിക്ക് വന്നു എന്ന് ബാലിന് മനസ്സിലായി. ബാല്യം വന്നപ്പോൾ തന്നെ സ്റ്റാൻലിക്ക് വല്ലാത്തൊരു വിമിഷ്ടമായിരുന്നല്ലോ. തൻ്റെ മകൾ ഇത്രയും കാലം അനാഥാലയത്തിലായിരുന്നു. ദായിപ്പോ താൻ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് താനിനി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് അയാൾ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ബാലിന് മനസ്സിലാവുന്നുണ്ട് അലീനനിപ്പോൾ അയാൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. ബാലൻ പറയാണ്, എപ്പോൾ വേണോ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം. പിന്നെ പൊന്നുപോലെ നോക്കിക്കോണം, കണ്ണിലെ കൃഷ്ണമണി പോലെ. ഞാൻ അവളെ അങ്ങനെ കൊണ്ടു നടക്കുന്നത്. അവക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ആറും ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല വേണ്ട തോന്നുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ ഒന്ന് കൊണ്ടുവന്നോളാം എൻ്റെ പൊന്നു മോളെ എന്ന് പറയാണ്. എത്രയും അടുത്ത നിമിഷം തന്നെ എൻ്റെ മകളെ എനിക്ക് വേണം ബാല. നിങ്ങൾ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, എത്രയും പെട്ടെന്ന് അവിടെല്ലാം റെഡിയായിരിക്കും. അലീനെ നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം മതി. എന്നാൽ ഈ ആഴ്ച തന്നെ അലീനെ ഞാൻ അങ്ങോട്ടേക്ക് ആക്കിയേക്കാം, ഒരുപാട് വൈകിക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടുന്ന് ബാലനോട് യാത്രയും പറഞ്ഞിട്ട് പോവാൻ കേട്ടോ. ഗോവർദ്ധൻ ക്യാബിനിലേക്ക് വരാണ്. ബാലേട്ടാ, എന്തിനയാൾ വന്നത്? അലീനെ കാണാനാണോ? എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? ബാലേന്ദ്ര, സോറി ഗോവർദ്ധ, പണ്ട് ദൈവം പറഞ്ഞിട്ടില്ലേ ഓരോന്നും ഓരോ നിമിത്താണെന്ന്. എന്തെങ്കിലുമൊക്കെ തെളിവുകള് ദൈവം ബാക്കി വെച്ചേക്കുമെന്ന്. അത് സത്യാ. അയാള് ഇവിടെ വന്നത് അലിനെ കാണാനും കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം പറയാനും ഒക്കെ തന്നെയാ. അയാൾക്ക് അല്ലനെ ഇപ്പൊ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വന്ന് കണ്ടപ്പോളെ അയാൾ വിറച്ചു പോയി. എന്താ ബാലേട്ടാ, എന്താ കാര്യം? അയാളെ എന്നൊരു ഫോട്ടോ കാണിച്ചു. ഞാനും ഞെട്ടിപ്പോയി. അയാളുടെ മരിച്ചുപോയ അമ്മ അതേ രൂപം. അലിനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ഞാനേ ഒരു ഫോട്ടോ എടുക്കണമെന്ന് കരുതിയതാ, പക്ഷെ മിസ്സായിപ്പോയി. ശരിക്കും ആര് കണ്ടാലും ഒന്ന് അതിശയിക്കും. ഒരേ രൂപത്തിലുള്ള 2 പേർ, അതാണ് അലീനയും സ്റ്റാൻലിയുടെ അമ്മയും എന്ന് പറയാണ്. എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു? എത്രയും പെട്ടെന്ന് അയാളുടെ മകളെ അയാൾക്ക് വേണം, താൻ വന്ന് വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഞാൻ കൊണ്ടാക്കാന്നാ പറഞ്ഞത്. അല്ല ബാലേട്ടാ,
അലീനെ അങ്ങനെ കൊണ്ടുപോകണോ? ആ കുട്ടി ഇവിടെ നിന്നാ പോരെ? സഹോദരങ്ങളുടെയൊക്കെ കൂടെ അവള് സന്തോഷമായിട്ടല്ലേ ഇവിടെ കഴിയുന്നത്? നമ്മൾ അവിടെ കണ്ടതല്ലേ, ഒരു കാട്ടാളം മാതിരി ഒരു വലിയൊരു ബംഗ്ലാവും കുറെ പട്ടികളും കുറെ പണിക്കാരും. വേറെ എന്താ ഉള്ളത് അവിടെ? അലീനയ്ക്ക് അവിടെ ഒരു സന്തോഷം കാണില്ല. എങ്കിലും അവളുടെ അച്ഛനല്ലേടോ അയാള്. ആ സന്തോഷം അവൾക്ക് കാണില്ലേ? അച്ഛനെ കാണുന്ന ആഗ്രഹം അവൾക്കും കാണില്ലേ? കുറച്ചു നാള് അവിടെ പോയി നിൽക്കട്ടെ, അവളുടെ അച്ഛന്റെ സ്നേഹമൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ. അപ്പോഴേക്കും ഇവിടെ എല്ലാം ഒന്ന് കലങ്ങി തെളിയും. അപ്പോഴേക്കും അലീനെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരും എന്ന് പറയാണ്. എങ്കിലും അത് വേണ്ടായിരുന്നു. ആ വീടിന്റെ ഒരു പ്രകാശമായിരുന്നു അലീന. അവള് പോയി കഴിയുമ്പം അതങ്ങ് കെട്ടുപോവില്ലേ? അതെനിക്കും അറിയാവടോ. എൻ്റെ ഒരു കൈയായിരുന്നു അവള്, എൻ്റെ വലം കൈ. അവള് പോകുമ്പോൾ അത് നഷ്ടപ്പെടുന്ന പോലെയാ എനിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊന്നും അങ്ങനെ സ്വാർത്ഥരാകാൻ പാടില്ലല്ലോ. ആ കുട്ടിക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ? സ്വന്തം അച്ഛനെയും അമ്മേനെയും കാണണം, അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ. അവള് പോട്ടെ, പോയിട്ട് അവളുടെ അച്ഛൻ്റെ കൂടെ കുറച്ചാലും താമസിക്കട്ടെ. അവൾക്ക് മടുപ്പ് തോന്നുമ്പം നമുക്കിങ്ങ് കൊണ്ടുവരാടോ എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രനും മനസ്സുകൊണ്ട് വിങ്ങി പൊട്ടുകയാണ് കേട്ടോ. അലീനെ പറഞ്ഞയക്കുന്നതുകൊണ്ട് അയാൾക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ അലീനയുടെ ഉറച്ച തീരുമാനമാണല്ലോ തനിക്ക് പോകണമെന്നുള്ളത്. അതുകൊണ്ട് മാത്രം ആ ബാലൻ സമ്മതിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റാലി ആണെങ്കിൽ പോകുന്ന വഴിക്കെല്ലാം തന്നെ അലീനയുടെ ആ മുഖമാണ് കേട്ടോ മനസ്സിൽ. ഫോട്ടോ എടുത്ത് ചിന്നമേനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാണും തോറും അലീനയിലേക്കുള്ള ദൂരം കുറഞ്ഞു പോകുന്ന പോലെ അയാൾക്ക് തോന്നുന്നുണ്ട്. തൻ്റെ മകൾ 23 വർഷമായിട്ട് താൻ ഇല്ലെന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ മകള് തൻ്റെ അമ്മയുടെ അതേ രൂപത്തില് തൻ്റെ മുമ്പില് അയാൾക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. അങ്ങനെ അയാള് വീട്ടിലേക്ക് രാത്രിയാകുമ്പോൾ എത്തുന്നുണ്ട്. ആൻ്റപ്പം വന്ന് ഗേറ്റ് തുറക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് സാബിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വന്നപാടെ സ്റ്റാലിൽ പോയിട്ട് വേഷമൊക്കെ മാറി കുളിച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഗ്ലാസും കുപ്പിയായിട്ട് വരികയാണ്. അന്ന് ദിവസം കുടിക്കാൻ പറ്റത്തോണ്ട് തന്നെ അയാളെ മാക്സിമം അത് മുതലാക്കി കുടിക്കുകയാണ് കേട്ടോ. ആൻ്റപ്പൻ സാർ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം എടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊണ്ട് ആൻ്റപ്പനും ഔസേപ്പ് കൊണ്ട് വെക്കുകയാണ്. അപ്പോഴേക്കും ബൈജുവിനെയും ഔസേപ്പനെയും ആൻ്റപ്പനെയും സ്റ്റാലിൽ വിളിക്കുന്നുണ്ട്. ഈ ആഴ്ച ഇവിടെ ഒരു VIP വരും. മുകളിലത്തെ ആ വലിയ മുറിയുണ്ടല്ലോ, ആ മുറി മുഴുവനും പെയിന്റ് അടിച്ച് വൃത്തിയാക്കി ഞാൻ പറയുന്ന പോലെ നല്ല സെറ്റാക്കണം. ഈ വീട് മുഴുവനും പെയിന്റ് അടിക്കണം. അതുപോലെ പല മാറ്റങ്ങളും വരുത്തണം. ആ കുളത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് അവിടെ പുതിയ മീനൊക്കെ കൊണ്ടാക്കണം. ആ എല്ലാ സ്ഥലവും പുല്ലെല്ലാം വെട്ടി വൃത്തിയാക്കി എല്ലായിടവും ക്ലീൻ ചെയ്യണം. കണ്ടാല് ഇപ്പൊ പണിതുപോലെ തോന്നണം. അതുപോലെ എല്ലാ മുറികളും എല്ലാ സ്ഥലങ്ങളും ഇടനാഴി പോലും വിട്ട് കളയരുത്. മുറ്റസഹിതം ക്ലീൻ ആക്കണം എന്ന് പറയുമ്പോൾ സാബ് ആരാ വരുന്നേ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു VIP എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാ. അത്രമാത്രം അറിഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ പണി തുടങ്ങണം. ആവശ്യമായ പണിക്കാരെല്ലാം കൂട്ടിക്കോ എന്ന് പറയുന്നു കേട്ടോ. ശരി സാബ് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റാലി ആണെങ്കിൽ അവിടെ ഇരുന്ന് വയറ് നിറച്ച് ആഹാരം കഴിക്കാണ്. റൂമിൽ പോയിരുന്ന് വീണ്ടും മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്തായാലും അച്ഛൻ ബഹളമായിട്ട് വരുമല്ലോ, ആ സമയത്ത് അലീനെ കാണുമല്ലോ. കണ്ടപാടെ അച്ഛന് റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. പിന്നെ തൻ്റെ മകൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അരികിലേക്ക് വരികയാണ്. ആ ഒരു ടെൻഷനിലും ആ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻലി.